ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പടവലങ്ങയും തക്കാളിയൊക്കെ വെച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു കറിയുടെ വീഡിയോ ആയിട്ടാണ്. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു പകുതി പടവലങ്ങയും ഒരു തക്കാളിയും ഒരു പിടി ചുവന്നുള്ളി 2 പച്ചമുളക് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. കറക്റ്റ് ഒരു അളവ് നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കയ്യിലുള്ളതുപോലെ എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള ഉപ്പ് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പടവലങ്ങ പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് കിട്ടിക്കോളും. ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ കറി റെഡിയാവും കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കണേ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം. ഞാൻ ഇതേപോലെ കുറച്ച് തേങ്ങ ചിരകി ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ ഉണ്ടായിരുന്നത്, ചെറിയ തേങ്ങയായിരുന്നു. ഒരു 5 വെളുത്തുള്ളി, 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ചീരകം, 1 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇത്രയും പൊടികളാണ് എടുത്തിരുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി കറിയിലേക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ഒത്തിരി നേരമൊന്നും നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ കറി റെഡിയായി കിട്ടും. ഇനി ഈ കറി നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പും പുളിയൊക്കെ നോക്കിയേക്കണം കേട്ടോ. ഇതിലിപ്പോൾ പുളി നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട്. പുളി കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ലേശം വാളംപുളിയില്ലേ, അതൊന്ന് പിഴിഞ്ഞ് ചേർത്താൽ മതിയേ. ഞാനിപ്പോൾ ഇതിലേക്ക് വേറെ പുളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നല്ലോണം തിളച്ച് വന്നപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കറി ഒന്ന് താളിച്ചെടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ 1/2 ടീസ്പൂൺ കടുകും, ഒരു 4 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി ഇത്രയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിരുന്നതാണ്. ഇതേപോലെ താളിച്ചതിന് ശേഷം ഉടനെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണില്ല കേട്ടോ. നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിലാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുള്ളൂ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണേ. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ചൂടാറുന്ന സമയത്തൊന്ന് സെർവ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. കറി ഇവിടെ താളിച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടല്ലേ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.